സർജറി ചെയ്യണമെങ്കിൽ 20 ലക്ഷത്തോളം രൂപ അവിടെ അടച്ചാൽ സർജറി ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈ കുഞ്ഞിന് വേണ്ടി സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ബൈജുകുമാറിന്റെയും വിദ്യയുടെയും രണ്ടാമത്തെ മകൾ ദ്രിയ 5 മാസമേ ആയിട്ടുള്ളൂ. തന്റെ വേദനകൾ പോലും തിരിച്ചറിയാനാകാതെ നിഷ്കളങ്കമായി പുഞ്ചിരിക്കുന്ന പ്രായം. അടിയന്തരമായി കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണം. അമ്മ വിദ്യ കരൾ നൽകും. പക്ഷെ ചികിത്സാ ചെലവ് ശസ്ത്രക്രിയയ്ക്കും ശേഷമുള്ള ചികിത്സയ്ക്കുമായി 40 ലക്ഷം രൂപയിലധികം ചെലവ് വരും. സഹായം തേടുകയാണ് കുടുംബവും നാട്ടുകാരും. ഇപ്പോൾ കുഞ്ഞിൻ്റെ ചെക്കപ്പിന് വേണ്ടി മാത്രമായിട്ട് 3 ലക്ഷത്തോളം രൂപ ചെലവ് വരും. അതുപോലെ എനിക്കായിട്ടില്ല. ഏകദേശം 20 ലക്ഷത്തോളം രൂപ ഇപ്പോൾ ഉണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിന് സർജറിക്ക് കയറ്റാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും 20 ലക്ഷം രൂപ തുടർ ചികിത്സയ്ക്ക് വേണം. ഞാൻ കൂലിപ്പണിക്കാണ് പോകുന്നത്. ഇപ്പോൾ 2 മാസമായിട്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ കരളിൻ്റെ പ്രശ്നമാണ് പറഞ്ഞത്. അപ്പോൾ കരൾ മാറ്റിയാൽ തന്നെ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്താൻ പറ്റൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീട്ടിലുള്ള അവരുടെ അത് മാച്ചായാൽ അത് ചെയ്യാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും കണ്ടെത്തണം. അപ്പം കുഞ്ഞിൻ്റെ അമ്മ അത് കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഇടയ്ക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോൾ അത് സക്സസ് ആയി. അപ്പോൾ ഇപ്പോൾ ഇടയ്ക്ക് ഇവർ ഹോസ്പിറ്റലായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവിടെ തിരുവനന്തപുരത്തുള്ള കിംസിലാണ് കൊണ്ടുപോയത്. അപ്പോൾ അവിടെ സർജറി ചെയ്യാമെന്ന് പറഞ്ഞ് ഏകദേശം 40 ലക്ഷത്തോളം രൂപയാണ് അവർ ഈ സർജറിക്കായിട്ട് പറയുന്നത്. അപ്പോൾ അത് ഈ കുടുംബത്തെ സംബന്ധിച്ച് അത് ഒട്ടും താങ്ങാൻ കഴിയാത്ത ഒരു തുക തന്നെയാണ്. നെയ്യാറ്റിങ്കര അത്താഴമംഗലത്താണ് വീട്. കുടുംബം സഹായം പ്രതീക്ഷിക്കുന്നുണ്ട്. ബൈജുകുമാറിന്റെ ബാങ്ക് അക്കൗണ്ടിൽ കഴിയുന്ന സഹായങ്ങൾ നൽകാം.